നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാചകം അല്ലേ, സ്നേഹം എന്നുള്ള വാചകം ഇല്ലേ? ഭയങ്കര മനോഹരമായൊരു വേർഡാണ് അത്, ലവ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളെ എപ്പോഴും അത് പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യും. സ്നേഹിക്കണം, അവർ സ്നേഹിക്കണം, ഇവർ സ്നേഹിക്കണം, മറ്റവർ സ്നേഹിക്കണം, മറിച്ചവർ സ്നേഹിക്കണം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ആത്മാർത്ഥമാണോ സ്നേഹം എന്നറിയാൻ നമുക്ക് സാധിക്കും. കാരണം നമുക്ക് ആ സിറ്റുവേഷനിൽ നമ്മൾ ഇപ്പോൾ എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിൽ നമ്മളോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ കൂടെയുള്ളവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്നേഹം ആത്മാർത്ഥമാണ്. അതല്ലാതെ ആ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ കാണാത്ത ഭാവത്തിൽ അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മളെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ നീ ചെയ്ത് ശരിയായില്ല എന്നും പറഞ്ഞ് നമ്മളെ മോശക്കാരാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് നമ്മളിൽ നിന്ന് എന്തെങ്കിലുമോ ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു, അത് കിട്ടാതെ വന്നപ്പോൾ അതിൻ്റെ ഈഗോ വർക്കൗട്ട് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷകൾ മാത്രമല്ല, നമ്മളോട് ചേർന്ന് നിൽക്കുന്നതും നമ്മളെ ചേർത്ത് നിർത്തുന്നതുമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ താഴ്ത്തി പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിന്നെ നന്നാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്, അല്ലെങ്കിൽ നിനക്ക് ഇച്ചിരി ഈഗോ ഉണ്ടായിരുന്നു അത് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞാണ് എന്നൊക്കെ പറയുന്നവരൊക്കെ കാണാം. ഇച്ചിരി അഹങ്കാരം നിനക്കുണ്ടായിരുന്നു അത് പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുത്തുവാക്കുകൾ പറഞ്ഞിട്ട് നമ്മളെ സ്നേഹിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ചേർത്ത് നിർത്തിയിട്ട് സാരമില്ല എന്നിങ്ങനെ പറയുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളെ നന്നാക്കാനാന്നുള്ള പറച്ചിലുണ്ടല്ലോ, അതൊന്നും നമ്മൾ മനസ്സിലാക്കണ്ട. നമ്മളെ നന്നാക്കാൻ നമ്മൾ ശാന്തമായിരിക്കുമ്പോൾ നമ്മളോട് പറയാം. നമ്മൾ വിഷമഘട്ടത്തിലിരിക്കുമ്പോൾ നമ്മളോട് പറയുക നീ ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അത് നമ്മളെ മനസ്സിൻ്റെ അകത്ത് ഏൽക്കുന്ന ഒരു കുത്തുകളാണ്. അപ്പോൾ അതല്ല സ്നേഹം. നമുക്ക് നമ്മളെ ചേർത്ത് നിർത്തിയിട്ട് സാരമില്ല എന്ന് പറയും, നമുക്കൊന്ന് പോകാം, പുറത്ത് പോകാം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഫീലുണ്ടല്ലോ, അതിന് സ്നേഹം എന്ന് പറയാം ഇല്ലേ? ഒന്ന് ഓർത്തു നോക്കി. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ മോശക്കാരാകാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനെ നമുക്ക് സ്നേഹം എന്ന് പറയാം. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ അങ്ങനെ പറയല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അത് പറയുന്നതും സ്നേഹമാകാം. ചിലപ്പോൾ പറയാം ഇതെൻ്റെ ഭർത്താവാണ്, ഇതെൻ്റെ ഭാര്യയാണ്, നിങ്ങൾ കൂടുതൽ പറയണ്ട എന്നിങ്ങനെ പറയുന്നത് സ്നേഹമാകാം. നമ്മൾ ഏത് സമയത്താണോ ഒറ്റപ്പെടുന്നത് അപ്പോൾ ഞാനുണ്ട് കൂടെ എന്ന് പറയുന്നത് സ്നേഹമാകാം ഇല്ലേ? ശരിയല്ലേ?